വീണ്ടും ഒരു പ്രണയദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ്. പ്രണയ കഥകൾ ഒട്ടേറെയാണ്. ഈ ലോകത്ത് തന്നെ നമ്മളെ ആകർഷിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമുക്ക് വിഷമമുണ്ടാക്കുന്ന നിരവധി പ്രണയ കഥകളാണ് ഉള്ളത്, നമ്മൾ കേട്ടിരിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ളത്. അത്തരത്തിലൊരു പ്രണയ കഥയാണ് ഗോവയിലെ ഒരു ബീച്ചിന് പറയാനുള്ളത്. ബീച്ചുകളുടെ നാടായ ഗോവയിൽ നിഗൂഢതകൾ അലയടിക്കുന്ന അതിമനോഹരമായ ഒരു ബീച്ചുണ്ട്, ഡോണപോള. ഡോണപോളയെ വിശേഷിപ്പിക്കുന്നത് ലവേഴ്സ് പാരഡൈസ്, അതായത് പ്രണയിനികളുടെ പറുദീസ എന്നാണ്. ഡോണപോള എന്ന പേരിന് വളരെ തീക്ഷ്ണമായ ഒരു പ്രണയത്തിൻ്റെ കഥ പറയാനുണ്ട്. കഥ ഇങ്ങനെയാണ്. ശ്രീലങ്കയിലെ ജാഫ്ന പട്ടണത്തിലെ പോർച്ചുഗീസ് വൈസ്രോയിയുടെ മകളായിരുന്നു ഡോണപോള. 1644 ഡോണപോളയും കുടുംബവും ഗോവയിലെത്തുന്നത്. ഡോണപോള വലിയ ദാനശീലയും നാട്ടുകാർക്കെല്ലാം വലിയ സഹായങ്ങൾ ചെയ്യുന്നവളുമായിരുന്നു. അങ്ങനെയിരിക്കെ ഡോണപോള തദ്ദേശീയനായ ഒരു മത്സ്യത്തൊഴിലാളിയുമായി പ്രണയത്തിലായത്രേ. എന്നാൽ സമ്പന്നമായ ഡോണയുടെ കുടുംബം ഈ പ്രണയത്തെ വലിയ രീതിയിൽ എതിർത്തു. തുടർന്ന് മാനസികമായി ഡോണ തകർന്നു. പിന്നീട് ഡോണയ്ക്ക് തൻ്റെ പ്രിയതമനോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത നിരാശയിൽ ഇവിടുത്തെ പാറക്കെട്ടുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കഥയിൽ യാഥാർത്ഥ്യമില്ലെന്നും പലരും പറയുന്നുണ്ട്. ഏതായാലും ഈ ബീച്ചിന് പരിശുദ്ധ പ്രണയത്തിൻ്റെ സ്മാരകം പോലെ ഡോണപോള എന്ന പേര് തന്നെ വിളിക്കപ്പെടുന്നു. വെള്ളം നിറത്തിലുള്ള ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും 2 ശില്പങ്ങൾ കാണാം. ഡോണയുടെയും കാമുകന്റേതുമാണെന്നാണ് വരുന്ന സഞ്ചാരികളൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ഇത് ഇവരുടേതല്ല. ശരിക്കും ഇത് പ്രശസ്ത ചിന്തകൻ റോബർട്ട് നോംസിന്റെയും അദ്ദേഹത്തിന്റെ പത്നിയുടെയും ശില്പമാണ്. 1969 ഒരു ഡച്ച് ശില്പകാരിയാണ് ഇത് നിർമ്മിച്ചത്. ഇത് മാത്രമല്ല ഡോണപോള ബീച്ചിനെ പറ്റിയുള്ളത്. ഈ ബീച്ചിന്റെ സൗന്ദര്യത്തെ മാറ്റുരയ്ക്കുന്നതാണ് സുവോരി മണ്ടോവി നദികളുടെ സംഗമസ്ഥാനം. വാട്ടർ സ്പോർട്സിനും ഏറെ പേരുകേട്ട ഇവിടം ബോളിവുഡിന്റെ ഉൾപ്പെടെ പ്രിയപ്പെട്ട സിനിമാ ലൊക്കേഷൻ കൂടിയാണ്. പ്രണയിനികളുടെ ഈ പറുദീസയിൽ നിരവധി ആളുകളാണ് ദിനവും വന്നെത്തുന്നത്. കടലിലേക്കിറങ്ങി ഡോണപോളയിലെത്തിയാൽ പ്രണയത്തിൻ്റെ കാറ്റ് മാത്രമല്ല, അറബിക്കടലിൻ്റെ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാം.